കേരളത്തിൽ ഒരുപക്ഷെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായ ജനകീയ പ്രതിരോധങ്ങളിൽ ഒന്നായിരുന്നു കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പോരാട്ടം. ആ പോരാട്ടം വളരെ കൃത്യമായും കേവലം ഒരു പദ്ധതി വിരുദ്ധ പോരാട്ടം എന്നല്ല, കേരയിൽ വേണ്ട കേരളം വേണം എന്നായിരുന്നു മുദ്രാവാക്യം. ആ നിർദ്ദിഷ്ട പദ്ധതി വളരെ രഹസ്യാത്മകമായി നടപ്പാക്കാനാണ് ആദ്യം ഒരു ജനാധിപത്യ, അതും ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഗവൺമെന്റ് തീരുമാനിച്ചത്. ഞങ്ങളിതാ കേരളത്തെ അങ്ങ് വികസിപ്പിക്കാൻ പോകുന്നു, തെക്ക് നിന്ന് വടക്കോട്ട് 3.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരം എത്തുന്നു, അങ്ങനെയുള്ള വലിയ പ്രചരണങ്ങൾ ലോകത്ത് മുഴുവൻ അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. മുഴുവൻ നുണകളായിരുന്നു. അതിന്റെ DPR തരാൻ തന്നെ വലിയ തോതിൽ ഇടപെടലുകൾ ആവശ്യം വന്നു. ഇത് DPR കിട്ടി വിശദമായി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് സാമൂഹ്യമായി വലിയ ദുരന്തമാണ് എന്ന് മാത്രമല്ല, പാരിസ്ഥിതികമായി കേരളത്തെ തകർക്കുന്നതാണ്, സാമ്പത്തികമായി കേരളത്തെ പപ്പരീകരിക്കുന്നതാണ് എന്ന് മനസ്സിലായി. 10,000-കണക്കിന്, ഒരുപക്ഷെ അതിൽ കൂടുതൽ വീടുകൾ, ആവാസ സ്ഥലങ്ങൾ ഇല്ലാതാകുന്നതും ജനങ്ങളെ വലിയ തോതിൽ കുടിയൊഴിപ്പിക്കുന്നതുമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, ഇത് കേരളത്തിന്റെ പാരിസ്ഥിതിക ഘടനയെ തകർക്കുന്നു. ഇപ്പൊ നമ്മൾ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരന്തരം കാണുകയാണ്. ദേശീയപാതയുടെ പേരിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച ആളുകൾ ഇപ്പം മിണ്ടുന്നില്ല. എന്താ കാര്യം? എല്ലാ സ്ഥലത്തും ഇടിഞ്ഞു പോവാണ്. മഴ തുടങ്ങുമ്പോൾ തന്നെ ദേശീയപാത ഇടിയുകയാണ്. പല സ്ഥലത്തും നീരൊഴുക്ക് വന്ന് തടസ്സപ്പെടുകയാണ്. എന്താ കാര്യം? കൃത്യമായും 2018 പ്രളയത്തിന് ശേഷമെങ്കിലും, അതിനു മുമ്പ് തന്നെ പരിസ്ഥിതി പ്രവർത്തകർ പറയാറുണ്ട്, എങ്കിലും പ്രളയത്തിന് ശേഷമെങ്കിലും നമ്മൾ കണ്ട ഒരു കാര്യം, കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് അതിവേഗത്തിൽ വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി അതിന്റെ പാത ഇല്ലാതാക്കുന്ന എല്ലാ പദ്ധതികളും വലിയ ദുരന്തമായി പോകുമെന്നാണ്. അത് ദേശീയപാതയാണെങ്കിൽ ചെറിയ ചെറിയ മതിലുകളാണ് പണിതെങ്കിൽ, ഇത് 300 കിലോമീറ്ററോളം കേരളത്തിന് നെടുനീളത്തിൽ ഒരു വൻമതിൽ സൃഷ്ടിക്കാനാണ് ഈ പദ്ധതി വന്നത്. ദേശീയപാതയുടെ പോലെ തന്നെ അങ്ങോട്ട് കിടക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. ഇത് വലിയ തോതിൽ വെള്ളത്തിനെ, ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഇത് നിർമ്മാണത്തിന് വേണ്ട സാമഗ്രികൾ, അതിന്റെ കണക്കെടുത്തപ്പോൾ പശ്ചിമഘട്ടം മുഴുവൻ ഇടിച്ചാലും നിങ്ങൾക്ക് ആവശ്യമായ മണ്ണും കല്ലും മറ്റു സംഗതി പാറകളും കിട്ടില്ല. ഇത് അപ്രായോഗികമാണ്. മൂന്നാമത് സാമ്പത്തികമാണ്. 63,000 കോടി രൂപയുടെ ബജറ്റ് പറഞ്ഞിട്ട് അത് അതിന്റെ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ 2017 തീരുമെന്ന് പറഞ്ഞിട്ട് 27 അതിന്റെ പകുതി പോലും തീർന്നിട്ടില്ല. ഇനിയും 10 വർഷം കൂടി അത് എടുക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ ചെലവ് കണക്കാക്കി എൻ്റെ 6 ഇരട്ടി 8 ഇരട്ടിയായി വരിക എന്ന് പറഞ്ഞാൽ, ഇവിടെ അതിനേക്കാൾ സ്ലോ ആയിട്ട് നടക്കുക. നമ്മുടെ മെട്രോ പോലും മര്യാദയ്ക്ക് മുമ്പോട്ട് പോകുന്നില്ല. ആ ഘട്ടത്തിൽ ഇത് എത്ര കൊല്ലം എടുക്കും? അതിന്റെ ചെലവ് എത്ര മടങ്ങാവും? ഇതാവുമ്പോഴേക്കും, ഇതിന്റെ പണി തീരുമ്പോഴേക്കും 200 കിലോമീറ്റർ എന്നുള്ളത് നമ്മുടെ റെയിൽവേക്ക് കിട്ടുന്ന സ്പീഡാവും എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനിൽ പോലും നിറയെ ആളുകളില്ല പല സ്ഥലത്തും. അതിന് കാരണം അതിന്റെ ചാർജാണ്. വന്ദേ ഭാരതിന്റെ 3-4 ഇരട്ടി ചാർജ് ഈടാക്കിയാൽ പോലും ഇതിന് മുടക്കിയ പണത്തിന്റെ പലിശ അടയ്ക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ വലിയ തോതിലുള്ള PR ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിൻ എന്താ? ഇത് സ്റ്റാൻഡേർഡ് ഗേജിലേ പോവും, ബ്രോഡ് ഗേജിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. ആരാ അത് പറയണേ? ബ്രോഡ് ഗേജിൽ ഹൈ സ്പീഡ് റെയിൽ പോകുന്ന എത്രയോ സ്ഥലങ്ങൾ ലോകത്തുണ്ട്. ഓരോ രാജ്യത്തിനും അതിന്റെ സ്റ്റാൻഡേർഡ് ഗേജ്, ബ്രോഡ് ഗേജ് ഉണ്ടായതുകൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ജപ്പാനിൽ നിന്ന് ഇന്ന കമ്പനിയിൽ നിന്ന് വാങ്ങണം, ഇത് ഇന്ന രൂപത്തിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യം വന്നത്. ഇതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം ഒട്ടും തന്നെ നടത്തിയിട്ടില്ല, സാമൂഹ്യ ആഘാത പഠനം തന്നെ നടത്തിയിട്ടില്ല. എന്നിട്ടോ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് വീടിന്റെ അടുക്കളയിൽ കൊണ്ട് മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്നു. അതിനെ എതിർക്കുന്ന ആളുകളെ വലിയ തോതിൽ മർദ്ദിക്കുന്നു, കേസ് ചാർജ് ചെയ്യുന്നു. 1000-കണക്കിന് മനുഷ്യർ പല കേസുകളിൽ പ്രതിയാണ്. എത്ര പേർ ജയിലിൽ കിടന്നു? സ്ത്രീകളടക്കം, കുട്ടികളടക്കം ആക്രമിക്കപ്പെട്ടു. അങ്ങനെ കേരളം മുഴുവൻ ഒരു കുരുതിക്കളം എന്ന രൂപത്തിലാക്കിയിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചത്. ഈ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ നിർത്തിയത്. അവസാനം ഇങ്ങനെ വേറൊരുത്തിന്റെ വീട്ടിൽ കയറി മഞ്ഞക്കുറ്റി സ്ഥാപിക്കാനൊന്നും ഒരു അധികാരം ഇവിടെ ആർക്കുമില്ല. ഈ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരമുണ്ടോ? അതുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചേ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇതൊക്കെ കഴിഞ്ഞു, അവസാനം വരെ വാദിച്ചു നോക്കി ഈ പദ്ധതിക്ക് വേണ്ടി. അവസാനം എല്ലാം പോയി. ഒടുവിൽ ഗവൺമെന്റ് തന്നെ കണ്ടെത്തി, എന്താ? ഇത് അപ്രായോഗികമാണ്, അതുകൊണ്ട് ഞങ്ങൾ പുതിയ പദ്ധതിയുമായി വരുന്നു. പ്രായോഗികമല്ല, ഇത് സാമ്പത്തികമായും സാമൂഹ്യമായും
പാരിസ്ഥിതികമായും പ്രായോഗികമല്ല. അതുകൊണ്ട് RRTS എന്ന് പറയുന്ന അത് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു പദ്ധതിയുമായി വരുന്നു. അവർ തന്നെ അതിന് കൊടുത്ത പത്രത്തിൽ ആമുഖത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി എഴുതിയിട്ടുള്ളത്, ഗ്രൗണ്ട്സിന്റെ ഭാഗമായി എഴുതിയിട്ടുള്ളത് ഈ പദ്ധതി പ്രായോഗികമല്ല. പക്ഷെ ഇവിടെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 10,000-കണക്കിന് മനുഷ്യരുടെ ഭൂമിയാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഈ സിൽവർ ലൈനിന്റെ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്നിടത്തോളം അവർക്ക് സ്വന്തം ഭൂമിയിൽ വിൽക്കാൻ പറ്റില്ല, പണയപ്പെടുത്താൻ പറ്റില്ല, അതിൽ വീട് പണിയാൻ പറ്റില്ല, ഉള്ള വീട് പുതുക്കി പണിയാൻ പെർമിറ്റ് കൊടുക്കില്ല. കാരണം ഇത് ഇവർക്കുള്ള ഭൂമിയാണ്. നമുക്കറിയാം, കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പല പദ്ധതികൾക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമി അവസാനം നാട്ടുകാർ പറയും ഈ ഭൂമി ഒന്ന് ഏറ്റെടുത്തതാ, വേറൊന്നുകൊണ്ടുമല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, വിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വിവാഹത്തിനോ അല്ലെങ്കിൽ വീട് പണിയാനോ ഒന്നും ലോൺ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ വാസവനൊക്കെ പറഞ്ഞു, അത് ഞാൻ ലോൺ തരാം, അയാൾ ലോൺ തരാൻ പറ്റില്ലല്ലോ, ബാങ്കല്ലേ തരണ്ടേ. ഒരു ലോണും കിട്ടിയില്ല. ഇതിന്റെ പ്രശ്നങ്ങൾ വളരെ കൂടുതലായി, ജനങ്ങൾ അസ്വസ്ഥരായി. 4-5 കൊല്ലമായി മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു. കേരളം പോലൊരു സ്ഥലത്ത് തുണ്ട് ഭൂമിയുള്ള ഒരു മനുഷ്യന് ആ ഭൂമി തനിക്ക് ഉപകാരമുള്ള ഒരു കാര്യത്തിന് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് ആ ഭൂമി? അപ്പൊ ഈ വിജ്ഞാപനം അവിടെ നിലനിൽക്കുന്നു. ഈ വിജ്ഞാപനം റദ്ദാക്കണം. രണ്ടാമത്, ഇതിന്റെ പേരിൽ കുറെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ മഞ്ഞക്കുറ്റി പറിച്ച കേസിലൊക്കെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറ്റി പറിക്കുന്നവന്റെ പല്ല് പറിക്കുന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാര് കേരളത്തിലുണ്ട്. അവരൊന്ന് വരട്ടെ പല്ല് പറിക്കാൻ. അപ്പൊ എന്തായാലും ഈ കുറ്റി നിയമവിരുദ്ധമാണ് ഇട്ടെങ്കിൽ കുറ്റി പറിക്കുന്നത് നിയമവിധേയമാണല്ലോ. അങ്ങനെ ഒരു കാര്യമില്ലേ? എന്റെ വീട്ടിൽ നിങ്ങൾ നിയമവിരുദ്ധമായ ഒരു സാധനം കൊണ്ടിട്ടാൽ അത് പറിച്ചു കളയുക എന്നുള്ളത് എന്റെ അവകാശമാണ്. അതിനെതിരെ നിരവധി കേസുകൾ എടുത്തു. ആ കേസുകൾ നിൽക്കുകയാണ്, ആ കേസുകൾ പിൻവലിക്കണം. കാരണം എന്താ, സാധാരണ മനുഷ്യരാണ് ഇവര്, വീട്ടമ്മമാരൊക്കെയാണ്. അവരിങ്ങനെ കോടതിയിൽ പോവുക, അവിടെ കേസ് വിളിക്കും, കോടതിയിൽ പോവുക, കോടതിയിൽ പോവുക. അതിന്റെ ശിക്ഷ വലുതാണോ എന്നുള്ളതല്ല, ഒരു 5-6 പ്രാവശ്യം കോടതി പോണ്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട്, ചെലവ്, പ്രത്യേകിച്ചും സ്ത്രീകളടക്കമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും ഗവൺമെന്റ് കണ്ടില്ല. ഇത് പ്രതിപക്ഷത്തിന് ഇത് ബോധ്യമായിരുന്നു. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ വിഷയം പഠിക്കുകയും സമിതിയൊക്കെ നിയോഗിച്ചു. അവര് ഇത് അപ്രായോഗികമായ പദ്ധതിയാണ് എന്ന് കണ്ടെത്തുകയും ഇത് നടപ്പാക്കാൻ പാടില്ല, ഈ രൂപത്തിലല്ല കേരളത്തിൽ അതിവേഗ റെയിൽ വരേണ്ടത് എന്ന് പറയുകയും നിലപാടെടുക്കുകയും സമരത്തിനോട് സഹകരിക്കുകയും പലപ്പോഴും സമരപന്തലിൽ വരികയും നേതാക്കന്മാരൊക്കെ അന്ന് നൽകിയ ഒരു ഉറപ്പുണ്ട്. ഉറപ്പെന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വിജ്ഞാപനം റദ്ദാക്കും, കേസുകൾ പിൻവലിക്കും. ഈ 2 കാര്യങ്ങളും ചെയ്തു. ഇത് പിണറായിക്കുള്ള അടിയാണോ വേറെ ആളുകളുടെ അടിയാന്നല്ല. ഭരണം എന്ന് പറഞ്ഞാൽ, വികസനം എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമല്ല, ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടാണ് വികസനം നടത്തേണ്ടത്. ഇവിടെ ജനങ്ങളെ കൂടെ നിർത്തിയില്ല എന്ന് മാത്രമല്ല, പരമാവധി ജനങ്ങളെ വെറുപ്പിച്ചു. അശാസ്ത്രീയമായ നുണകൾ നാടാകെ പരത്തി. നമ്മളെന്തോ ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ വികസന വിരുദ്ധരാണ്, വേഗത വേണ്ടാത്തവരാണ്. അങ്ങനെ ഒരു വേഗതയില്ല. വേഗത എന്ന് പറയുന്നത് മനുഷ്യന്റെ മഞ്ഞത്ത് കൂടിയല്ല വേഗത പോവുക, പാരിസ്ഥിതികമായി തകർത്തുകൊണ്ടല്ല. കേരളത്തിൽ ഇനി 2018 പോലെ ഒരു മഴ വന്നാൽ കേരളം എത്രത്തോളം ബാക്കിയുണ്ടാവും നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇപ്പൊ കെട്ടിയിട്ടുള്ള ഹൈവേയും പല കെട്ടിടങ്ങളും ഇല്ലാതാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സാധ്യതയുണ്ട്. ഇപ്പൊ വയനാട് തുരങ്കത്തിലേക്കുള്ള തുരങ്കപാത പണിയാനുള്ള റോഡ് ഇന്നലെ ഒലിച്ചുപോയി മഴയത്ത്. ആ റോഡില്ല ഇപ്പൊ. അവിടെ തുരങ്കപാത പണിയാൻ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ചുരുക്കത്തിൽ കേരളത്തിന്റെ കാലാവസ്ഥയും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയും പരിഗണിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ഒരു പദ്ധതി കൊണ്ടുവരാൻ പാടില്ല. ഇനി കൊണ്ടുവരികയാണെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതി ആയിരിക്കണം. ആ പദ്ധതി കേരള ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അല്ലാണ്ട് രഹസ്യാത്മകമായി വയ്ക്കുകയല്ല. ഇതിനെ എതിർക്കുന്നവരെ ചീത്ത പറയല്ല. ഇപ്പൊ പാർട്ടി തീരുമാനിച്ചല്ലോ എതിരഭിപ്രായമുള്ളവർക്ക് പറയാമെന്ന്. പാർട്ടി അംഗങ്ങൾ എത്ര പേര് ഈ സമരത്തിൽ പങ്കെടുത്തു എന്ന് എനിക്കറിയാം. പാർട്ടിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ ഈ സമരത്തിൽ വന്നു. കാരണം എന്താ, ഇത് വരുന്നു എന്നുള്ളതുകൊണ്ട്. ഏതായാലും അത് പിൻവലിച്ച് നല്ല കാര്യം. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ നൽകിയ ഒരു പ്രധാന വാഗ്ദാനം, കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വാഗ്ദാനം അവർ പാലിച്ചിരിക്കുന്നു. ഇതുപോലെ പദ്ധതിയുമായി ഇനി UDF-നും വരാൻ പറ്റില്ല, LDF-നും കേരളത്തിൽ വരാൻ പറ്റില്ല എന്നൊരവസ്ഥ എത്തിച്ചിരിക്കുന്നു. ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ദൗത്യം അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. ജനകീയ സമരങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇനി ഒരു ഇഞ്ച് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് പിണറായിക്ക് മാത്രമുള്ള വെല്ലുവിളിയല്ല, VD സതീശനുള്ള വെല്ലുവിളി കൂടിയാണ്.